ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കല് ഒരു അന്ധനെ പിറവിക്കൊരിടനാണ് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ചോദ്യം ഉയർത്തിയാണ്, ഗുരു, ഇവൻ അന്ധനായിട്ട് ജനിച്ചത് ഇവൻ്റെ പാപനിമിത്തമാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപനിമിത്തമാണോ? അക്കാലഘട്ടങ്ങളിലെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുക, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്തോ പാപത്തിൻ്റെ ശാപത്തിൻ്റെ ഒക്കെ ഫലമായിട്ടോ, ഒന്നിലെ ഇവൻ ചെയ്ത പാവം, ഇല്ലെങ്കിൽ ഇവൻ്റെ മാതാപിതാക്കൾ ചെയ്ത പാവം, അല്ലെങ്കിൽ പൂർവികരുടെ തലങ്ങൾ, അങ്ങനെ ഒരു കൺസെപ്റ്റിൻ്റെ ധാരണയിലാണ് ഈശോയുടെ ഈ ചോദ്യം ഉയർത്തപ്പെടുക. എന്നാൽ ഈശോ കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യം. യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. അപ്പോൾ പാപത്തിൻ്റെ പ്രവർത്തനം മൂലമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ കുറവുകൾ, നിന്റെ ജീവിതത്തിലെ സഹനങ്ങളെ നിനക്ക് ഇപ്രകാരം ഒന്ന് ഏറ്റെടുക്കാവോ? ദൈവം നിന്നെ കൈവിട്ടതല്ല, ആരുടെയും ശാപത്തിൻ്റെ ഫലമല്ല, മറിച്ച് ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന മേഖലകൾ, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കാനായിട്ടുള്ള ചാലുകളാണ് ഇന്ന് നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ഇന്ന് നീ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന പ്രതിസന്ധികൾ. നിന്റെ ദൈവം തക്ക സമയത്ത് നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ കുറവുകളും സങ്കടങ്ങളും ഈശോ നീ പ്രവർത്തിക്കുവാനുള്ള വഴികളാണെന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നൽകണമേ. ഈ ദിവസത്തിന് വേണ്ടത് അനുഗ്രഹങ്ങൾ, നന്മകൾ, വിടുതലെല്ലാം നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാകും